നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മസ്തിഷ്കത്തെ കുറിച്ചാണ്. PSCക്ക് എന്തായാലും 1 മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രീനോളജി. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രീനോളജി എന്നറിയപ്പെടുന്നു. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം 1300 ഗ്രാം മുതൽ 1400 ഗ്രാം വരെയാണ് മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥിപേടകം അറിയപ്പെടുന്നത് തലയോട് അഥവാ കപാലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥിപേടകം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തലയോട്. കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. തലയോട് അഥവാ കപാലം, ഇതിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രാനിയോളജി. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8. കപാലത്തിൽ എത്ര അസ്ഥികളാണുള്ളത്? 8 അസ്ഥികളാണുള്ളത്. ഒന്നുകൂടി നോക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രീനോളജി. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം 1300 ഗ്രാം മുതൽ 1400 ഗ്രാം വരെയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥിപേടകം അറിയപ്പെടുന്നത് തലയോട് അഥവാ കപാലം. കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. PSCക്ക് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം അറിയപ്പെടുന്നത് മെനിഞ്ചസ്. മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. എന്താണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം. എന്താണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ്. മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ്. ഒന്നുകൂടി നോക്കാം. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണെങ്കിൽ സെറിബ്രൽ ത്രോംബോസിസ്. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണെങ്കിൽ സെറിബ്രൽ ഹെമറേജ്. മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ അറിയപ്പെടുന്നത് മെനിഞ്ചൈറ്റിസ്. മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ് ഇവയെല്ലാം മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ആദ്യം സെറിബ്രത്തെ കുറിച്ച് പഠിക്കാം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളൊക്കെ കാണപ്പെടുന്ന ഭാഗമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം തുടങ്ങിയവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം തുടങ്ങിയവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബ്രം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിന്റെ ചിത്രങ്ങൾ തെളിഞ്ഞു വരാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? വെർണിക്സ് ഏരിയ. ഒന്നുകൂടി നോക്കാം സെറിബ്രത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്ന ഭാഗമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം തുടങ്ങിയവയുടെ കേന്ദ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. അടുത്തത് സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലുതേതാണ്? സെറിബ്രം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണെങ്കിലോ? സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നുണ്ട്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു.
ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. അടുത്തത് തലാമസ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസ് ആണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃസംപ്രേഷണ കേന്ദ്രമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃസംപ്രേഷണ കേന്ദ്രം ഏതാണ്? തലാമസ് ആണ്. നിദ്രവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗമാണ് തലാമസ്. ഒന്നുകൂടി പറയാം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃസംപ്രേഷണ കേന്ദ്രം തലാമസ് ആണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും തലാമസ് ആണ്. അടുത്തത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നു. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി എന്താണ്? ദണ്ടിന്റെ ആകൃതിയാണ് കേട്ടോ. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി ദണ്ഡാകൃതിയാണ്. ഒന്നുകൂടി പറയാം. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. അടുത്തത് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗമാണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.